ഇപ്പോൾ പിണറായി സർക്കാർ തന്നെ വരുമെന്നൊന്നും വിശ്വസിക്കാൻ പറ്റിയല്ല. അങ്ങനെയാണല്ലോ ഇന്നത്തെ കാലങ്ങൾ. പിന്നെ ഇപ്പോഴത്തെ തന്നെയാണെങ്കിൽ ഇപ്പം പിന്നെ ശബരിമല വിഷയം, ശബരിമല സ്വർണ്ണപ്പാളികൾ, സ്വർണ്ണമൊന്നും ഇപ്പോൾ ശബരിമലയിൽ നിന്നാണ് പറയണേ, മുഴുവൻ ചെമ്പിൻ്റെ സ്വർണം പൂശി വെച്ചിരിക്കുക. അതിനകത്ത് പിണറായി വിജയനും അതിനകത്ത് കൈകളുണ്ട്, അല്ല വാസവനുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ഇത് ഇവരൊന്നും എടുക്കാഞ്ഞിട്ടാണ് ഈ അറസ്റ്റൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇതെല്ലാം കള്ളപ്പരിപാടികളാണ്. നാടറിയണം സ്ഥാനാർത്ഥികളെ. Meet candidates with UTalk. എന്താണ് പേര്? TI ദാമോദരൻ തറക്കുന്നേൽ. ഏത് വാർഡിലേക്കാണ് മത്സരിക്കുന്നത്? 6-ാം വാർഡിൽ, കല്ലറ പഞ്ചായത്തിൻ്റെ 6-ാം വാർഡിലാണ്. ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ടോ? ഇല്ല, മത്സരിച്ചിട്ടില്ല. 53 വർഷം ഞാൻ പാർട്ടിയിൽ പല ഔദ്യോഗിക സ്ഥാനത്ത് നിന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ വൈക്കം ബ്ലോക്ക് സെക്രട്ടറിയാണ്. പക്ഷേ മത്സരിച്ചതാകപ്പാടെ ഈ ബാങ്കിലേക്ക് മാത്രം മത്സരിച്ച് അത് ജയിച്ചു, നമ്മുടെ പാനലായി ജയിച്ചു. അപ്പോൾ ഇത് പഞ്ചായത്തിലേക്ക് ഞാൻ ആദ്യമായിട്ട് കൊടുത്തിരിക്കുക. ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ വാർഡിൽ ഞാൻ ജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നിലവിൽ പ്രചരണമൊക്കെ തുടങ്ങിയോ? എല്ലാം തുടങ്ങി. ഒരു വട്ടം ഞങ്ങളുടെ കഴിഞ്ഞു. ഇനി അടുത്തത് പ്രസ്താവനയോടുകൂടി 2 ദിവസത്തിനകം തുടങ്ങും. എന്താണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഞാൻ ഇന്ന് വരെ നടന്നതിൽ ആരുടെ അഭിപ്രായം എനിക്ക് ഒരു ദോഷമായിട്ട് പറഞ്ഞിട്ടില്ല. എല്ലാം നല്ല അംഗീകാരത്തിലാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ജനങ്ങളുടെ ഇരിക്കുന്ന വോട്ട് എങ്ങനെ ചെയ്യുമെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. നിലവിലിപ്പോൾ നമ്മുടെ കല്ലറ പഞ്ചായത്ത് LDF ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഭരണത്തിൽ അഴിമതികൾ ഒരുപാടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെന്ന് വിശ്വസിക്കുന്നു? അഴിമതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി കാര്യങ്ങളിൽ തെറ്റായ നടപടിയാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തന്നെ കുടിശ്ശികയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തപ്പം അത് പെട്ടെന്ന് കൊടുക്കാൻ തുടങ്ങി. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ഒരു കോട്ടയം ജില്ലയുടെ ഒരു സെക്രട്ടറിയാണ് ഞാൻ. KNTC കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസിന്. അതിൽ 17 മാസത്തെ കുടിശ്ശിക കിടക്കുക. ഇപ്പോഴും ഞങ്ങൾ ഓരോ ദിവസവും ചെയർമാനെയൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ പൈസ ഇല്ലെന്നാണ് പറയണത്. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൂടാതെ ഈയിടെ തന്നെ വഴിയുടെ പ്രശ്നങ്ങൾ പറഞ്ഞു. വഴിയെല്ലാം നന്നാക്കിയെന്നും പറഞ്ഞ് ഒരു പുസ്തകമൊക്കെ ഇറക്കി. പക്ഷേ ഈ പുസ്തകം ഇറക്കിയതിന് ശേഷം അവർ കുറച്ച് മെറ്റീരിയലൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അല്ല, അവർ ടാറിങ്ങോ ഒന്നും നടക്കുന്നില്ല. വഴി എന്തോരം കുഴിയായി കിടക്കുന്ന ഉള്ള സ്ഥലങ്ങളൊക്കെ അതെല്ലാം അങ്ങനെയാണ് കിടക്കുന്നത്. അഴിമതികൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പിന്നെ അവർ മൂടി. ഇപ്പോൾ അവരുടെ ഭരണമാകുമ്പോൾ അവരെല്ലാം ശരിയായി പറയുമല്ലോ, ഞങ്ങൾ ഇന്ന പോലെ ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് അഴിമതിയുണ്ട്. അഴിമതി ഭരണമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ഇപ്പം UDFൻ്റെ ഒരു ഭരണം വന്നാൽ അത് മെച്ചപ്പെടുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളുടെ ഈ വാർഡിൽ നിൽക്കുന്ന 14 പേരും ജയിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നിലവിലിപ്പോൾ ഇതിന് മുമ്പ്, അതായത് ഈ കഴിഞ്ഞ ഭരണത്തിന് മുമ്പ് UDF ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യാൻ പറ്റാതെ വന്ന കാര്യങ്ങളും എന്തൊക്കെയായിരുന്നു? ആ ഒരു കാലത്ത് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, 2 പ്രസിഡന്റുമാരൊക്കെയാണ് മാറി വന്നത്. ഒന്ന് UDFൻ്റെ കോൺഗ്രസിൻ്റെ വന്നാൽ അടുത്തത് 2.5 വർഷം കഴിയുമ്പോൾ പിന്നെ ഈ കേരള കോൺഗ്രസിൻ്റെ വരും. ഇങ്ങനത്തെ ഒരു സംവിധാനമാണ് വന്നത്. അത് തന്നെ ഒരു തെറ്റായ നയമാണ്. അങ്ങനെ വന്നാൽ തന്നെ ഒരു പ്രസിഡൻറ്റിൻ്റെ കെയർ ഓഫിലൊന്നും ഭരിക്കാൻ പറ്റാതെ വരും. ഇത് അങ്ങനെയുള്ള ചില പാകപ്പഴകൾ ഇങ്ങനെ ചിലതൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും ഇതുപോലെ ഈ പാവപ്പെട്ടവരുടെ പെൻഷനൊന്നും അങ്ങനെ കുടിശ്ശിക വന്നിട്ടില്ല. അതൊക്കെ കൃത്യമായിട്ടൊരു വിധം കൊടുത്തോണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നപ്പോൾ ഇപ്പോൾ പെൻഷനെല്ലാം കുടിശ്ശിക വന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് തീർത്തോണ്ടിരിക്കുക. ഒരു കുഴപ്പമില്ല. പക്ഷേ നിർമ്മാണ തൊഴിലാളിയുടെ ഇല്ല. ഒരു 17 മാസത്തെ വന്നിട്ട് ഞാൻ ഈ മിനിഞ്ഞാന്നും ചെയർമാനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പുള്ളി പറയണേ, പണമില്ലാതെ എങ്ങനെ കൊടുക്കുമെന്നാണ് ചോദിക്കണേ. ഈ പണമല്ല എവിടെ പോയി? പിന്നെ എന്തിനായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിണറായി വിജയൻ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഭരണം പിണറായി വിജയൻ സർക്കാർ കുറേ പ്രഖ്യാപനങ്ങൾ നടത്തിയായിരുന്നു. പെൻഷനും നെല്ലിൻ്റെ അതുപോലെ തന്നെ റബ്ബറിൻ്റെയൊക്കെ താങ്ങുവില കൂട്ടുകയും ആശാവർക്കർമാരുടെ ഓണറേറിയം കൂട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ ഒരു പ്രഹസനമായിട്ട് തോന്നുന്നുണ്ടോ? അത് പ്രഹസനമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം എന്നാ വെച്ചാൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ കണക്കിലെടുത്തുകൊണ്ട് മാത്രം ചെയ്തൊരു പ്രസ്ഥാനമാണ് ഇത്. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയും കുടിശ്ശിക കിടക്കും. അത് കഴിയുമ്പോൾ പിന്നെ അസംബ്ലിയുടെ വരും. ഇപ്പം തന്നെ 2000 രൂപ പെൻഷനാക്കിയിട്ടുണ്ട്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. ഇതിനെ കണക്കിലെടുത്തോണ്ടാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അവർ 2500 ആക്കും. പക്ഷേ വരുന്നൊരു ഭരണസമിതി ആരാണെങ്കിലും അവരിത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ പിണറായി സർക്കാർ തന്നെ വരുമെന്നൊന്നും വിശ്വസിക്കാൻ പറ്റിയല്ല. അങ്ങനെയാണല്ലോ ഇന്നത്തെ കാലങ്ങൾ. പിന്നെ ഇപ്പോഴത്തെ തന്നെയാണെങ്കിലും ഇപ്പം പിന്നെ ശബരിമല വിഷയം, ശബരിമല സ്വർണ്ണപ്പാളികൾ, സ്വർണ്ണമൊന്നും ഇപ്പോൾ ശബരിമലയിൽ നിന്നാണ് പറയണേ, മുഴുവൻ ചെമ്പിൻ്റെ സ്വർണം പൂശി വെച്ചിരിക്കുക. അതിനകത്ത് പിണറായി വിജയനും അതിനകത്ത് കൈകളുണ്ട്, അല്ല വാസവനുണ്ട്. ഇപ്പോൾ തന്നെ കണ്ടില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ഇത് ഇവരൊന്നും എടുക്കാഞ്ഞിട്ടാണ് ഈ അറസ്റ്റൊക്കെ ഉണ്ടായിരിക്കുന്നത്.
ഇതെല്ലാം കള്ളപ്പരിപാടികളാണ്. പിന്നെ നമ്മൾ ഒത്തിരി പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഇപ്പം നിലവിലിപ്പോൾ പിണറായി സർക്കാരിൻ്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള കൊള്ളകളും കാര്യങ്ങളും നടക്കുന്ന സ്ഥിതിക്കും ജനങ്ങൾക്കിടയിൽ ഒരു സംസാരമുണ്ട്, UDF-ൽ ഒരു തമ്മിത്തല്ലുണ്ടെന്ന്, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ഒരു തമ്മിത്തല്ലുണ്ടെന്ന്. അപ്പോൾ അത് നമ്മളെ ഈ ഇലക്ഷന് നിൽക്കുമ്പോൾ നമ്മളെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ മുകളിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഈ അധികാരങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ്സിൽ ഇപ്പോഴും ഉണ്ട്. അത് കോൺഗ്രസ്സിലുള്ളതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കോൺഗ്രസിൻ്റെ അധികാരത്തിൽ ആര് തമ്മിൽ തല്ലിപ്പിടിച്ചാലും ആരും ചോദിക്കാനില്ല. അതേസമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിയിലൊക്കെ ആണെങ്കിൽ അത് പിണറായി വിജയൻ പറയുന്ന പോലെ നിന്നില്ലെങ്കിൽ അവൻ ആ രാഷ്ട്രീയത്തിലില്ല, അവനെടുത്ത് ആ സെക്കൻഡ് കളയും. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരെയും വിമർശിക്കാം, രാഹുൽ ഗാന്ധിനെ വിമർശിക്കാം, ആരെയും വിമർശിക്കാം. അതുകൊണ്ട് അതിനകത്ത് മുകളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഇപ്പോൾ ഉടുപ്പ് ഇട്ടുള്ളവരുണ്ടായിരിക്കും കേട്ടോ, അതൊന്നും എനിക്ക് പറയാനില്ല. കാരണം എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റിയല്ല. കാരണം KC വേണുഗോപാൽ ഇപ്പം പിന്നെ ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ആലോചന ഉണ്ടോ എന്ന് എനിക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പോൾ രമേശ് ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്, K മുരളീധരനുണ്ട്. ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ മേല. പല കാര്യത്തിനും അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ അത് കോൺഗ്രസിൽ നടക്കും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടക്കുകയില്ല, ഒരിക്കലും അത് നടക്കുകയില്ല. കാരണം ഒരുത്തനൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, പിന്നെ പിറ്റേ ദിവസം അവൻ ആ പാർട്ടിയിലില്ല. അതുകൊണ്ടാണ് അതിൻ്റെ വിഷയം. ഇപ്പോൾ നിലവിൽ മത്സരിച്ച് വിജയിച്ച് വരികയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ വാർഡിന് വേണ്ടിയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാനിവിടെ ജയിക്കുവാണെങ്കിൽ എനിക്ക് ആ വാർഡിൽ ഞാൻ അവിടെയുള്ളവരെ ഞാൻ വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് അവർ ഇന്നൊക്കെ പറഞ്ഞാൽ ഞാനത് പഞ്ചായത്തിൽ അവതരിപ്പിക്കും. ഞങ്ങളുടെ ഭരണം വരുവാണെങ്കിൽ എനിക്കത് സാധിച്ചെടുക്കാമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇല്ല എങ്കിൽ മറ്റൊരു ലെവലിൽ വന്നെങ്കിൽ ഞാൻ അതിന് ശരിയായി പോരാടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കല്ലറ ഗ്രാമത്തിന് വേണ്ടിയിട്ട്, കല്ലറയുടെ വികസനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് മനസ്സിൽ കണ്ടേക്കുന്നത്? എൻ്റെ കല്ലറയുടെ വികസനത്തിന് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ വാർഡിലെയും ആൾക്കാർ ജയിച്ചു വന്നെങ്കിൽ ഞങ്ങൾ ആ ജയിച്ചു വരുന്നവരെല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുത്ത് അതിനൊരു സംവിധാനം ഉണ്ടാക്കും. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു തീരുമാനം അല്ലെങ്കിൽ നല്ലൊരു ഭരണം തന്നെ വീണ്ടും UDF തന്നെ തിരിച്ചു വരട്ടെ എന്ന്. അതോടൊപ്പം തന്നെ 6-ാം വാർഡിലാണ് മത്സരിക്കുന്നത്. 6-ാം വാർഡിൽ മത്സരിച്ച് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു.